കുശലം ചോദിച്ചു പോയ വിദേശ വ്ലോഗർമാർ ആകെ പെട്ടുപോയ അവസ്ഥയാണ്. അതെന്താണെന്നല്ലേ? വേറെയൊന്നുമല്ല, തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരത്തെത്തിയ വ്ലോഗർമാരാണ് 3 ചേച്ചിമാർക്ക് മുന്നിൽ പെട്ടുപോയത്. English people has looked at us, Indians. When will you give back it to us? When will I give it back? I haven't got out to give you. You'll have to speak to my ancestors. Treasure, black pepper, everything. But they did build a And good railway Kohinoor is precious and rarest diamond they have looted from here. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ച ചേച്ചിമാർക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് വ്ലോഗർമാർ മറുപടി നൽകിയപ്പോൾ നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു എന്ന മട്ടിലായിരുന്നു ചേച്ചിമാരുടെ പ്രതികരണം. കേരളത്തിലെത്തിയ ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ ഒരിക്കലും കരുതി കാണില്ല ഇങ്ങനെയൊരു ചോദ്യം ചെയ്യലിനെ നേരിടേണ്ടി വരുമെന്ന്. ഇൻസ്റ്റഗ്രാം ട്രാവൽ ക്രിയേറ്ററായ ഡിസ്കവർ വിത്ത് എമ എന്ന അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കോഹിനൂറും കുരുമുളകും നിധിയുമെല്ലാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയി. അമൂല്യവും അപൂർവവുമായ കോഹിനൂർ ഇന്ത്യക്ക് തിരികെ നൽകൂ എന്നായിരുന്നു വീഡിയോയിലെ മലയാളിയുടെ പ്രതികരണം. ഈ സമയം എമയുടെ കൂടെയുള്ള ആൾ നിങ്ങൾ എൻ്റെ പൂർവികരോട് സംസാരിക്കണമെന്നും ഞങ്ങൾ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചില്ലേ എന്നും തമാശ രൂപേണ പറയുകയുണ്ടായി. അതേസമയം ഞങ്ങൾ ചാൾസ് രാജാവിനെ വിളിച്ചറിയിക്കാമെന്നായിരുന്നു എമ നൽകിയ മറുപടി. ഒരുപക്ഷെ എമ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച മറ്റു വീഡിയോകളെക്കാൾ ഏറെ വ്യത്യസ്തമായ ഒന്നാണിത്. ഇത്രയും നാൾ യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ഇതെന്നായിരുന്നു എമ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എങ്ങനെ കൊള്ളയടിച്ചുവെന്ന് അവർ ഞങ്ങളോട് പറയാൻ തുടങ്ങി. ഇന്ത്യയിൽ മുൻപൊരിടത്തും ഇത്തരമൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എന്താണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ കോപം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുമെന്നും എമ വീഡിയോയിൽ കുറിച്ചു. കോഹിനൂറിന്റെ കഥകൾ എന്നും ആവേശത്തോടെ കേൾക്കുന്നവരാണ് നമ്മളിൽ പലരും. ലോകം മുഴുവൻ മോഹിച്ച കോഹിനൂർ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചു കൊണ്ടുപോയത്. ഇപ്പോൾ ലണ്ടൻ ടവറിലെ ആഭരണ ശേഖരങ്ങളുടെ കൂട്ടത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വജ്രത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽ തർക്കം നിലനിൽക്കുകയാണ്. അതേസമയം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കോഹിനൂർ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാവുകയാണ്. അന്ന് അതിന് തുടക്കമിട്ടതാകട്ടെ ശശി തരൂരും. 2015-ൽ ഓക്സ്ഫോർഡ് യൂണിയനിൽ നടന്ന ഒരു ചർച്ചയിലാണ് 200 വർഷത്തെ കൊളോണിയൽ ഭരണത്തിന് ഇന്ത്യക്ക് UK നഷ്ടപരിഹാരം നൽകണമെന്ന് തരൂർ പറഞ്ഞത്. എന്നിരുന്നാലും ഇതിനകം തന്നെ 7.5 ലക്ഷത്തോളം ആളുകളാണ് കോഹിനൂർ തിരികെ തരണമെന്ന വീഡിയോ കണ്ടിരിക്കുന്നത്. ഭൂതകാലത്തെക്കുറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തോന്നുന്ന വികാരങ്ങളാണ് ആ സ്ത്രീ പ്രകടിപ്പിച്ചതെന്നും അവർ പറഞ്ഞത് 100% ശരിയാണെന്നും അമ്മച്ചിമാര് തൂക്കിയല്ലോ നാദാ തുടങ്ങിയ കമന്റുകളും ഈ വീഡിയോയിൽ ഉണ്ട്.